നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വെട്ടിനിരത്താനിറങ്ങി ആകെ പെട്ടിരിക്കുകയാണ് കേരളത്തിലെ CPM. തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനവും പിണറായിയുടെ ശൈലിക്കെതിരെ വമ്പൻ വിമർശനവുമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് പിണറായിയുടെ മുസ്ലിം പ്രീണനത്തെക്കുറിച്ചായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. എന്നാൽ ഈ വിമർശനം ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ ആ വിമർശനത്തിന് മറുപടി പറയുകയോ ചെയ്യുന്നതിന് പകരം വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കാനാണ് പിന്നാലെ CPM ശ്രമിച്ചത്. പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം അനുഗ്രഹാശിസുകളോടെ CPM സംസ്ഥാന സെക്രട്ടറി അതിരൂക്ഷമായി തന്നെ വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചു. അതുമാത്രവുമല്ല, വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും തള്ളിക്കളയാനും അവഗണിക്കാനും SNDP യോഗത്തിന്റെ നേതൃനിര പിടിച്ചെടുക്കാനുമുള്ള നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ CPM നടത്തിയത്. വെള്ളാപ്പള്ളിയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഭാര്യ പ്രീതി നടേശനും SNDP യോഗത്തെ RSS കോട്ടയിൽ കൊണ്ട് എത്തിച്ചു എന്ന കടുത്ത വിമർശനമാണ് CPM ഉന്നയിച്ചത്. വെള്ളാപ്പള്ളി എന്നാൽ SNDP അല്ല, അല്ലെങ്കിൽ ഈഴവ സമുദായം എന്നാൽ വെള്ളാപ്പള്ളി അല്ല എന്ന മുഖപ്രസംഗം പോലും ദേശാഭിമാനി എഴുതി. അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിലെ അവസാന വാക്കല്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നതിനൊപ്പം വെള്ളാപ്പള്ളി നടേശനപ്പുറം SNDP യോഗത്തിൽ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാക്കന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് വെള്ളാപ്പള്ളിയെ ഇകഴ്ത്തി തള്ളിക്കളഞ്ഞ് അവഗണിച്ച് വെള്ളാപ്പള്ളിയുടെ ശക്തി ക്ഷയിപ്പിക്കുക, ഈഴവ സമുദായത്തിലെ നഷ്ടപ്പെട്ട വോട്ടുകൾ പാർട്ടിക്കൊപ്പം ചേർക്കുക എന്ന വളരെ തന്ത്രപൂർവമായ നീക്കമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ CPM നടത്തിയത്. അതിനുമപ്പുറം SNDP യോഗത്തിന്റെ നേതൃത്വം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ പോലും CPM ആരംഭിച്ചു എന്നുള്ള വാർത്തകൾ രഹസ്യമായി പുറത്തു വന്നിരുന്നു. കാരണം ഇനി വെള്ളാപ്പള്ളി നടേശനുമായി ഒത്തുപോകേണ്ടതില്ല എന്ന് CPMന്റെ നേതൃനിര, പ്രത്യേകിച്ച് പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ളവർ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ സംഘപരിവാർ ബാന്ധവമുള്ള വെള്ളാപ്പള്ളിയെയും വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിനെയും മാറ്റി നിർത്തിക്കൊണ്ട് SNDP യോഗത്തിൽ സ്വാധീനം ഉറപ്പിക്കുക, ഈഴവ വോട്ടുകൾ വീണ്ടും ഇടതു പാളയത്തിലേക്ക് എത്തിക്കുക, അതിനുള്ള വലിയ പദ്ധതി, വലിയ തന്ത്രം മെനയാനുള്ള തീരുമാനമായിരുന്നു CPM സ്വീകരിച്ചത്. എന്നാൽ ഈ തന്ത്രമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മറ്റൊന്നുമല്ല, CPMന്റെ ആലപ്പുഴയിലെ ജില്ലാ സമ്മേളനത്തിൽ തെറ്റുതിരുത്തലുകളുടെ ഘോഷയാത്രയാണല്ലോ എല്ലാ ജില്ലകളിലും നടക്കുന്നത്. അങ്ങനെ ആലപ്പുഴയിലും CPM തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ട് സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്ന അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും തള്ളിപ്പറഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിച്ചുകൊണ്ട് H സലാം MLA അടക്കമുള്ളവർ ആ യോഗത്തിൽ രംഗത്ത് വന്നു. പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും സംസാരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. വെള്ളാപ്പള്ളി നടേശൻ പിന്തിരിഞ്ഞുന്നത് അല്ലെങ്കിൽ പുറംതിരിഞ്ഞുന്നത് കൊണ്ടാണ് ആലപ്പുഴയിൽ വോട്ട് കുറഞ്ഞതെങ്കിൽ മലബാർ മേഖലയിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് സ്വാധീനമില്ലാത്ത മേഖലകളിൽ എങ്ങനെയാണ് വോട്ട് കുറഞ്ഞത്? കണ്ണൂരിൽ പിണറായിയുടെ MV ഗോവിന്ദന്റെയൊക്കെ സ്വന്തം പാർട്ടി ഗ്രാമമായ കണ്ണൂരിൽ വോട്ട് കുറഞ്ഞില്ലേ? കോൺഗ്രസ് നേതാവ് K സുധാകരൻ പാട്ടും പാടി ജയിച്ചില്ലേ അവിടെ? അതൊക്കെ ചോദിച്ചു കഴിഞ്ഞ ദിവസം ആലപ്പുഴ സമ്മേളനത്തിൽ. ഇതുമാത്രവുമല്ല, ആലപ്പുഴയിലെ CPMന്റെ മുതിർന്ന നേതാവ് G സുധാകരൻ ഇപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരായ MV ഗോവിന്ദന്റെ നിലപാടിനെ തള്ളി രംഗത്ത് വന്നിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ പിന്തുണച്ച സഹായിച്ച ആളാണ്. നിർണായക ഘട്ടങ്ങളിൽ പാർട്ടിയെ സഹായിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായം തുറന്നു പറയുന്ന ശീലമുണ്ട്. അത് ആരെക്കുറിച്ചും അദ്ദേഹം പറയും. ഇടതുപക്ഷത്തെക്കുറിച്ച് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, CPMനെ കുറിച്ച് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിനെ കുറിച്ചാണ്. അതുകൊണ്ട് അതിലിങ്ങനെ വിഷമമുണ്ടാകേണ്ട കാര്യമില്ല. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുൻപ് തന്നെ തനിക്ക് വെള്ളാപ്പള്ളി നടേശനെ അറിയാമെന്ന് G സുധാകരൻ പറയുന്നു. അന്നും ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. പാർട്ടി എടുത്ത നിലപാടുകളുടെ ശുദ്ധതയെപ്പറ്റി അദ്ദേഹത്തിന് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹവുമായി സംസാരിച്ച് രമ്യമായി വിഷയം പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി അങ്ങ് ഇല്ലാതാക്കി കളയാം, ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ട് SNDP നേതൃത്വത്തെയും ഈഴവ സമുദായത്തെയും അങ്ങ് കൈപ്പിടിലാക്കി കളയാമെന്ന വ്യാമോഹമൊന്നും വേണ്ട എന്ന് പറയാതെ പറയുകയാണ് G സുധാകരൻ.
ഇത് CPM-ന്റെ നേതൃത്വത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇത് സംബന്ധിച്ചൊരു വാർത്ത നൽകിയിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ വെട്ടി നിരത്താനുള്ള CPM-ന്റെ നീക്കം, വെള്ളാപ്പള്ളിയെ അപ്രസക്തനാക്കിക്കൊണ്ട് SNDP യോഗത്തെ പിടിച്ചെടുക്കാനുള്ള CPM-ന്റെ തന്ത്രം, ഈഴവ വോട്ടുകളെ വീണ്ടും ഇടതു പാളയത്തിലെത്തിക്കാനുള്ള CPM-ന്റെ തന്ത്രം. ആ തന്ത്രമാണ് CPM പയറ്റാനൊരുങ്ങുന്നത്. ഒരു കാലത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ, കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ BJP-യിലേക്ക് പോകുന്നു. അതിന് കാരണം ക്ഷേത്രങ്ങളുടെ ഭരണം ഏറെക്കുറെ BJP-യുടെ കയ്യിലാണ്. അങ്ങനെ വിശ്വാസി സമൂഹത്തെ BJP ക്യാൻവാസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇനി കാലുറപ്പിക്കണമെങ്കിൽ, വേരുറപ്പിക്കണമെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഭരണം പിടിക്കണം. അങ്ങനെ ദൈവവിശ്വാസമില്ലാത്ത, ഈശ്വരാരാധനയിൽ വിശ്വാസമില്ലാത്ത, വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാത്ത CPM-ന്റെ പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ ക്ഷേത്ര കമ്മിറ്റികളിൽ കടന്നുകൂടി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായി, ക്ഷേത്രത്തിൻ്റെ ഭരണക്കാരായി. അതിന് സമാനമായി പ്രാദേശികമായി SNDP യോഗത്തിലേക്ക് അല്ലെങ്കിൽ ആ യോഗത്തിൻ്റെ നേതൃനിരയിലേക്ക് പാർട്ടി നേതൃത്വത്തെ എത്തിക്കുക, അങ്ങനെ ക്രമേണ SNDP നേതൃത്വത്തെ പിടിച്ചെടുക്കുക എന്നതായിരുന്നു CPM-ന്റെ തന്ത്രം. ആ തന്ത്രം മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുന്നു പാർട്ടിയിലെ നേതാക്കൾ തന്നെ. വെള്ളാപ്പള്ളിയെ വെട്ടിനിരത്താമെന്ന MV ഗോവിന്ദൻ്റെയും പിണറായിയുടെയും മോഹം തുടക്കത്തിലെ തന്നെ വ്യാമോഹമാണെന്ന് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ തന്നെ തെളിഞ്ഞിരിക്കുന്നു. സുധാകരനെ പോലുള്ളൊരു നേതാവ് തലയുയർത്തി പറഞ്ഞിരിക്കുന്നു വെള്ളാപ്പള്ളിയെ തൊടേണ്ട എന്ന്. വെള്ളാപ്പള്ളി എല്ലാ കാലത്തും ഇടതുപക്ഷക്കാരനാണ്. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തിൽ വെള്ളാപ്പള്ളിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം മാന്യമായി, രമ്യമായി പരിഹരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വെള്ളാപ്പള്ളിയെ മൂക്കിക്കെറ്റി കളയാമെന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടതെന്ന് സുധാകരൻ തന്നെ പറയുന്നു. അല്ലെങ്കിൽ തന്നെ വെള്ളാപ്പള്ളി എന്ത് പാർട്ടി വിരുദ്ധതയാണ് പറഞ്ഞത്? വെള്ളാപ്പള്ളി പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ കൂട്ടാളികളായ ഘടകകക്ഷികളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നതാണ്. എന്താണ്? പിണറായി വിജയൻ്റെ അമിതമായ മുസ്ലിം പ്രീണനം അത് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായി. ഇത് വെള്ളാപ്പള്ളി മാത്രമല്ല പറഞ്ഞത്, CPI-യുടെ ജില്ലാ സമ്മേളനങ്ങളിൽ ആകമാനം പറഞ്ഞു. CPM-ന്റെ നേതാക്കൾ ജില്ലാ സമ്മേളനങ്ങളിൽ പറഞ്ഞു. CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇത്തരം അഭിപ്രായമുണ്ടായി. എന്തുകൊണ്ടാണ്? ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് അവർ മാത്രമാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക്, അവരുടെ വോട്ട് ബാങ്ക് ഞങ്ങൾക്കുണ്ടെങ്കിൽ മറ്റിതര സമുദായങ്ങളുടെ വോട്ടില്ലെങ്കിലും ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു പിണറായി വിജയൻ. പച്ചയ്ക്ക് വർഗീയത പറയുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിയും കൂട്ടരും. അത് ചൂണ്ടിക്കാണിക്കുക എന്നൊരു ധർമ്മം മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇതര സമുദായങ്ങളുണ്ട്, ആ ഇതര സമുദായങ്ങളെ കൂടി നിങ്ങൾ പരിഗണിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനെ മാത്രം ഇങ്ങനെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോയാൽ CPM-എന്നല്ല ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും തിരിച്ചടി ഉണ്ടാകും. വെള്ളാപ്പള്ളി ആ യാഥാർത്ഥ്യം പറഞ്ഞപ്പോൾ പിണറായിക്കും MV ഗോവിന്ദനും അങ്ങ് പൊള്ളി എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ പൊള്ളി. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ പിണറായി വിജയനെ പിന്തുണച്ച ഒരാളാണ് വെള്ളാപ്പള്ളി. എന്തിനേറെ പറയുന്നു, ശബരിമല പ്രക്ഷോഭകാലത്ത് പോലും പിണറായി വിജയൻ ഒരു സംരക്ഷണ വലയം തീർത്തു വെള്ളാപ്പള്ളി നടേശൻ. നവോത്ഥാന സമിതി ഉണ്ടാക്കി, നവോത്ഥാന സമിതിയുടെ തലതൊട്ടപ്പനാക്കി. അങ്ങനെ വലിയ പ്രക്ഷോഭങ്ങളെ, ഹൈന്ദവ പ്രക്ഷോഭങ്ങളെ പോലും പിണറായി വിജയൻ എതിരാക്കാത്ത രീതിയിൽ പിണറായി വിജയന് സംരക്ഷണം ഒരുക്കിയ ഒരു സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളി പറഞ്ഞൊരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വെള്ളാപ്പള്ളിക്കെതിരെ വാളെടുത്തുറഞ്ഞു തുള്ളുകയായിരുന്നു കേരളത്തിലെ പിണറായിയും MV ഗോവിന്ദനും. പാർട്ടിയിലെ ഗ്രൂപ്പ് കളി പോലെ ഇന്നും നാളെയുമായി വെള്ളാപ്പള്ളി അങ്ങ് വെട്ടിനിരത്തി കളയാം, SNDP-യുടെ തലപ്പത്ത് നിന്ന് വെള്ളാപ്പള്ളി അങ്ങ് ആട്ടിയിറക്കി കളയാമെന്നൊക്കെ വ്യാമോഹമായിരുന്നു MV ഗോവിന്ദന്. പക്ഷേ ആള് തെറ്റിപ്പോയി, കളിക്കുന്ന സ്ഥലവും തെറ്റിപ്പോയി എന്ന് അധികം വൈകാതെ MV ഗോവിന്ദന് മനസ്സിലാകും. ഇത് കണ്ണൂരിലെ രാഷ്ട്രീയമല്ല, ഇത് പാർട്ടി ഗ്രാമത്തിലെ രാഷ്ട്രീയ കളിയല്ല. വെള്ളാപ്പള്ളിയോടൊക്കെ മുട്ടുമ്പോൾ 1-2 വട്ടം ആലോചിച്ച് മുട്ടണം ഗോവിന്ദ.